ഹരേ കൃഷ്ണ. സത്യം വരം ധീമഹി. ഭഗവാൻ നാരായണൻ്റെ അതിശക്തിയേറിയ ഒരു ആയുധമാണ് നാരായണാസ്ത്രം. ഭഗവാൻ ഇത് ദ്രോണാചാര്യർക്ക് ഉപദേശിക്കുകയും ദ്രോണാചാര്യർ സ്വന്തം പുത്രനായ അശ്വത്ഥാമാവിന് ഉപദേശിക്കുകയും ചെയ്യുന്നു. മഹാഭാരത യുദ്ധസമയത്ത് ദ്രോണാചാര്യർ വധിക്കപ്പെടുകയും ആ കോപം സഹിക്കവയ്യാതെ അശ്വത്ഥാമാവ് പാണ്ഡവർക്ക് നേരെ നാരായണാസ്ത്രത്തെ പ്രയോഗിക്കുകയാണ്. ഈ അസ്ത്രത്തിൽ നിന്നും ആയിരക്കണക്കിന് മറ്റ് അസ്ത്രങ്ങൾ പ്രത്യക്ഷപ്പെടുകയാണ്. ഇത് കണ്ടിട്ട് യാതൊന്നും ചെയ്യാൻ കഴിയാതെ ധർമ്മപുത്രരാകെ വിഷമത്തിലാകുന്നു. ഈ അസ്ത്രത്തെ എതിർക്കാൻ ശ്രമിക്കും തോറും അത് കൂടുതൽ ശക്തി പ്രാപിച്ചു വരികയായിരുന്നു. ഒടുവിൽ ധർമ്മപുത്രർ വിളിച്ചു പറയുകയാണ്, മഹാരഥന്മാരെ, നിങ്ങളെല്ലാവരും ഓടി രക്ഷപ്പെട്ടുകൊള്ളുക. ആചാര്യനെ വധിക്കാൻ കൂട്ടുനിന്ന എനിക്ക് ഇത് തന്നെ വേണം. ധർമ്മരക്ഷകനായ കൃഷ്ണനുണ്ടല്ലോ, എന്താന്ന് വെച്ചാൽ ചെയ്യട്ടെ എന്ന് പറയുകയാണ്. ഈ സമയത്ത് ശ്രീകൃഷ്ണ ഭഗവാൻ കൈകൾ ഉയർത്തി തടഞ്ഞുകൊണ്ട് അവരോട് പറഞ്ഞു, യോദ്ധാക്കളെ, എല്ലാവരും ആയുധം നിലത്തിടുവിൻ. എന്നിട്ട് നിങ്ങളുടെ രഥത്തിൽ നിന്നും ഭൂമിയിലേക്ക് ഇറങ്ങി നിൽക്കുക. നിരായുധരായവരെ ഒരിക്കലും ഈ അസ്ത്രം ഉപദ്രവിക്കുകയില്ല. എന്നാൽ എതിരിടാൻ ശ്രമിച്ചാൽ ഏതു പാതാളത്തിൽ പോയി ഒളിച്ചാലും അത് നമ്മെ വധിക്കുക തന്നെ ചെയ്യും. അപ്പോൾ ഭഗവാൻ ഇത് പറയുന്ന കേട്ടിട്ട് എല്ലാവരും ആയുധം നിലത്ത് വെച്ചിട്ട് താഴേക്ക് ഇറങ്ങി നിൽക്കുകയാണ്. ഇത് കണ്ട് ഭീമസേനന് ആകെ ദേഷ്യം വരുന്നുണ്ട്. ഭീമസേനൻ വിളിച്ചു പറയുന്നു, വീരന്മാരെ, ആരും ആയുധം ഉപേക്ഷിക്കരുത്. അശ്വത്ഥാമാവിൻ്റെ ഈ അസ്ത്രത്തെ ഞാൻ എൻ്റെ ഈ ഗദ കൊണ്ട് നേരിടുന്നതാണ്. എന്നിട്ട് അർജുനനോട് പറയുന്നു, അർജുന, നീ നിൻ്റെ ഗാണ്ഡീവ ഒരിക്കലും ഉപേക്ഷിക്കരുത്. അത് നിൻ്റെ പേരിന് തന്നെ കളങ്കമുണ്ടാക്കുന്നതാണ്. അപ്പോൾ അർജുനൻ പറയുകയാണ്, ജ്യേഷ്ഠ, നാരായണാസ്ത്രത്തിനും ബ്രാഹ്മണനും ഗോവിനും മുന്നിൽ ഞാൻ എൻ്റെ ഈ ഗാണ്ഡീവം താഴെയിടുമെന്ന് എനിക്കൊരു വ്രതമുണ്ട് എന്ന് പറഞ്ഞ് അർജുനനും തൻ്റെ ഗാണ്ഡീവത്തെ നിലത്ത് വയ്ക്കുകയാണ്. ഒടുവിൽ ഭീമസേനൻ മാത്രം നാരായണാസ്ത്രത്തിനെതിരെ എതിർത്ത് നിൽക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. ഈ അസ്ത്രത്തിൽ നിന്ന് തീജ്വാലകൾ ഭീമസേനന് ചുറ്റും ഒരു വലയം തന്നെ തീർക്കുന്നുണ്ട്. എങ്കിലും ഭീമസേനൻ തൻ്റെ ആയുധത്തെ നിലത്ത് വയ്ക്കാനോ തേരിൽ നിന്ന് ഇറങ്ങാനോ കൂട്ടാക്കിയില്ല. ഒടുവിൽ ഈ നാരായണാസ്ത്രത്തിൻ്റെ അഗ്നിജ്വാലയിൽപ്പെട്ട് ഭീമൻ ഭസ്മമാകും എന്നൊരവസ്ഥ വന്നപ്പോൾ കൃഷ്ണാർജുനന്മാർ ഭീമന് നേരെ പാഞ്ഞടുക്കുകയാണ്. അവർ രണ്ടുപേരും നിരായുധരായിരുന്നല്ലോ, അപ്പോൾ അവരെ ഈ അസ്ത്രം ഉപദ്രവിക്കില്ല. അവർ ഈ തീജ്വാലയ്ക്കുള്ളിലേക്ക് കടന്ന് ഭീമസേനൻ്റെ ഗദയെ വാങ്ങി ദൂരെ അദ്ദേഹത്തെ തേരിൽ നിന്ന് വലിച്ച് താഴെ ഇടുകയും ചെയ്യുന്നു. അതോടുകൂടി നാരായണാസ്ത്രം ശാന്തമാവുകയാണ്. ആയുധങ്ങൾ നിലത്ത് വയ്ക്കുക എന്നൊരു മാർഗം ഭഗവാൻ ഉപദേശിച്ചില്ല എങ്കിൽ നാരായണാസ്ത്രത്തിൽപ്പെട്ട് പാണ്ഡവ സൈന്യം ഭസ്മമായി തീരുമായിരുന്നു. എപ്പോഴും ഭക്തന്മാരുടെ രക്ഷയ്ക്കായിട്ടാണ് ഭഗവാൻ നിലകൊള്ളുന്നത്. ഹരേ കൃഷ്ണ. സത്യം വരം ധീമഹി.